ഇന്ന് 12 കോടി രൂപയുടെ ഭാഗ്യസമ്മാനം ലഭിച്ച ആൾ കൊല്ലം കരുനാഗപ്പള്ളി ഭാഗത്ത് എവിടെയോ ചുറ്റിത്തിരിഞ്ഞ് കറങ്ങുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ടിക്കറ്റ് വിറ്റിരിക്കുന്ന കൊല്ലം കരുനാഗപ്പള്ളിയിലെ അനിൽ ഡി എന്ന ഏജന്റാണ്. ആ ഏജന്റ് കരുനാഗപ്പള്ളിയിൽ ആർക്ക് തന്നെയാണോ വിറ്റു എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. എന്തായാലും ടിക്കറ്റ് പോയിരിക്കുന്നത് കൊല്ലത്താണ്, കരുനാഗപ്പള്ളിയിലാണ്. 13, 54, 52 എന്ന ഭാഗ്യ നമ്പർ വിറ്റ സ്ഥലം അത് കൊല്ലം കരുനാഗപ്പള്ളിയാണ്. 12 കോടി രൂപ പോക്കറ്റിലാക്കിയത് ആരെന്ന് കാത്തിരിക്കാൻ നമ്മൾ ആകാംക്ഷയോടെ. എന്തായാലും പുറത്തു വരുമോ, ഐഡന്റിറ്റി വെളിവാക്കുമെന്ന കാര്യമൊക്കെ നമുക്ക് വ്യക്തതയില്ല. എന്തായാലും 12 കോടി ലഭിച്ചിരിക്കുന്ന ഭാഗ്യവാൻ ടിക്കറ്റ് എടുത്തിരിക്കുന്നത് കൊല്ലം കരുനാഗപ്പള്ളിയിലെ ഏജന്റായ അനിൽ ഡിയുടെ കൈവശത്തു നിന്നാണെന്ന വിവരമാണ് നമുക്ക് ലോട്ടറി വകുപ്പുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്നത്. എന്തായാലും ഒന്നാം സമ്മാനം 12 കോടി, രണ്ടാം സമ്മാനം 1 കോടി, മൂന്നാം സമ്മാനം 10 ലക്ഷം രൂപ 6 പേർക്ക്, നാലാം സമ്മാനം 5 ലക്ഷം രൂപ 6 പേർക്ക്. അങ്ങനെ എല്ലാ ടിക്കറ്റുകളും ഏറെക്കുറെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. കയ്യിലുള്ള ലോട്ടറി ടിക്കറ്റുകൾ നിങ്ങളുടെ വലതുഭാഗത്തുള്ള നമ്പറുകൾ നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളാണെങ്കിൽ നിങ്ങൾ ഭാഗ്യവാനാണ്, പണം അടിച്ചവരാണ്, അല്ലെങ്കിൽ പണം പോയവരാണ്. എന്തായാലും ആദ്യത്തെ ടിക്കറ്റ്, ഒന്നാം ടിക്കറ്റ്, ഒന്നാം സമ്മാനം ലഭിച്ച ടിക്കറ്റ് വിറ്റിരിക്കുന്ന കൊല്ലം കരുനാഗപ്പള്ളിയിലാണ്. 12 കോടി രൂപ കൊല്ലം കരുനാഗപ്പള്ളി ഭാഗത്ത് എവിടെയുണ്ട്? VB 13, 54, 52. രണ്ടാം സമ്മാനം ലഭിച്ച ഭാഗ്യ ടിക്കറ്റുകളുടെ നമ്പറാണ് പ്രേക്ഷകർ സ്ക്രീനിൽ കാണുന്നത്. മൂന്നാം സമ്മാനം ഇതുപോലെ 6 പേർക്ക് 10 ലക്ഷം രൂപ വീതം. നാലാം സമ്മാനം 6 പേർക്ക് 5 ലക്ഷം രൂപ വീതം. ഏറ്റവും ഗ്ലാമറസ് ആയ ടിക്കറ്റ് എന്തായാലും സ്വാഭാവികമായ ഒന്നാം ടിക്കറ്റ് ആയിരിക്കും. 12 കോടി രൂപ, ആ വലിയ തുക. ജീവിതം തന്നെ മാറി മറിയാൻ പോകുന്ന, ജീവിതത്തിൽ പുതിയൊരു ടേണിംഗ് പോയിന്റ് ആകാൻ പോകുന്ന വ്യക്തി ആരെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ആ ടേണിംഗ് പോയിന്റ് ഒരുക്കിയ ടിക്കറ്റ് വിറ്റിരിക്കുന്നത് കൊല്ലത്ത് നിന്നാണ്, കരുനാഗപ്പള്ളിയിൽ നിന്നാണ്. അനിൽ ഡി എന്ന ഏജന്റാണ്. പൊതുവെ കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളിലായി, കുറച്ചധികം മാസങ്ങളിലായി ഓരോ ടിക്കറ്റുകളും ബമ്പറുകളും പ്രഖ്യാപിക്കുമ്പോൾ ടിക്കറ്റ് ഒന്നെങ്കിൽ തിരുവനന്തപുരം അല്ലെങ്കിൽ പാലക്കാടൊക്കെ മാറി മാറി ഒരേ ഇടത്ത് ടിക്കറ്റുകൾ ഭാഗ്യശാലികൾ നിലയുറപ്പിച്ച് നിൽക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടിരുന്നു. പക്ഷേ ഇത്തവണ ആ ടിക്കറ്റ് ഒന്നാം സമ്മാനം അത് കൊല്ലത്തേക്ക് കരുനാഗപ്പള്ളിയിലേക്ക് പോയിരിക്കുന്നു. കരുനാഗപ്പള്ളി ഭാഗത്തുനിന്നുള്ള ആര് തന്നെയാണോ ടിക്കറ്റ് എടുത്തുന്ന കാര്യത്തിൽ വ്യക്തതയില്ലെങ്കിലും ആ ടിക്കറ്റ് വിറ്റിരിക്കുന്നത് കൊല്ലം കരുനാഗപ്പള്ളിയിലെ ഏജന്റായ ഏതോ ഒരു അനിലേട്ടനാണ്. എന്തായാലും കാത്തിരിക്കാം. അനിലേട്ടന് ഈ പറയുന്ന ടിക്കറ്റ് എടുത്ത ആളെ അറിയുമോ, അല്ലെങ്കിൽ ടിക്കറ്റ് കൊടുത്ത ആളെ തിരിച്ചറിയാൻ കഴിയുമോ എന്ന കാര്യമൊക്കെ നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. എന്തായാലും ഇന്നൊറ്റ ദിവസം കൊണ്ട് ജീവിതം മാറി പറഞ്ഞ ആ വ്യക്തിയുടെ ടിക്കറ്റ് നമ്പർ VB 13, 54, 52. ആ ഭാഗ്യം അദ്ദേഹം എടുത്തിരിക്കുന്നത് കൊല്ലം കരുനാഗപ്പള്ളിയിലെ അനിൽ ഡി എന്ന ഏജന്റിൽ നിന്നുമാണ്. എന്തായാലും കാത്തിരിക്കുകയാണ് ആരാണ് ആ ടിക്കറ്റിലെ ഭാഗ്യവാനെന്ന്. ഒന്നാം സമ്മാനം 12 കോടി ലഭിക്കാത്തവർക്ക് നിരാശപ്പെടാനില്ല. രണ്ടാം സമ്മാനം 1 കോടി രൂപ 6 പേർക്കുണ്ട്. അതും ഒരു ദിവസം കൊണ്ട് ജീവിതം മാറി മറിയാൻ സാധിക്കുന്ന തുകയാണ്. മേഘ്ന നമ്മോടൊപ്പം ചേരുന്നു. മേഘ്ന, ഒന്നാം സമ്മാനം ആ ടിക്കറ്റ് വിറ്റിരിക്കുന്ന കൊല്ലം കരുനാഗപ്പള്ളിയിലെ ഏജന്റാണ്. കരുനാഗപ്പള്ളി തന്നെയാണ് വിറ്റെന്ന കാര്യത്തിൽ വ്യക്തത വരാറുണ്ട്. എന്തായാലും നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? വിഷു ബമ്പർ ആർക്കാണ്, ആ ഭാഗ്യക്കുറി, ആ ഭാഗ്യം ആർക്കാണ് എന്നുള്ളത് മനസ്സിലായി കഴിഞ്ഞു. VB 13, 54, 52 എന്ന ടിക്കറ്റ് നമ്പറിനാണ് ഇത്തവണത്തെ വിഷു ബമ്പർ ആയിട്ടുള്ള 12 കോടി രൂപ ലഭിക്കുക എന്നുള്ളതാണ്. അത് കൊല്ലം ജില്ലയിലെ ഒരു ലോട്ടറി ഏജന്റ് ആണ് ഈ ടിക്കറ്റ് എടുത്തത് എന്നുള്ളതാണ് ഈ ഗോർഗി ഭവനിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം. അതിൽ ഈ ഏജന്റ് കോഡായിട്ടുള്ള Q4301 എന്ന ഏജന്റ് കോഡിലാണ് ഈ ടിക്കറ്റ് വിറ്റിരിക്കുന്നത്. കരുനാഗപ്പള്ളി സബ് ഏജൻസിയിൽ നിന്നാണ് ഈ ടിക്കറ്റ് വിറ്റത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ ഏജന്റിന്റെ പേര് അനിൽ ഡി എന്നാണ്. ഇനി ഏതെങ്കിലും തരത്തിൽ ഈ ഏജന്റിൽ നിന്ന് ആരാണ് വാങ്ങിയത്, അല്ലെങ്കിൽ അത് വിറ്റുപോവാതെ ഏജന്റ് തന്നെ കൈവശം വെച്ച ടിക്കറ്റ് ആണോ എന്നുള്ളതാണ് അറിയാനിരിക്കുന്നത്. എന്തായാലും ആ നമ്പർ ഒരിക്കൽ കൂടി പറയുന്നു. VB 13, 54, 52 എന്ന ടിക്കറ്റിനാണ് 12 കോടിയുള്ള ആ വലിയ സമ്മാനം ലഭിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇതേ അക്കമുള്ള 5 സീരീസുകൾക്ക്, 5 പരമ്പരകൾക്ക് 1 ലക്ഷം രൂപ വീതവും സമ്മാനമായി, സമാശ്വാസ സമ്മാനമായി ലഭിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ രണ്ടാം സമ്മാനം ലഭിച്ചിരിക്കുന്നത് VA 616453 എന്നുള്ള നമ്പറിനാണ്. അതുപോലെ VB 327020, VC 348224, VD 252972, VE 649598 തുടങ്ങിയ നമ്പറുകൾക്കാണ് രണ്ടാം സമ്മാനമായിട്ടുള്ള 1 കോടി വീതം ലഭിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ മൂന്നാം സമ്മാനം അതുപോലെ 6 സീരീസുകൾക്ക് 10 ലക്ഷം രൂപ വീതമാണ് 6 സീരീസുകൾക്ക് ലഭിക്കുകയും ചെയ്തത്. അങ്ങനെ ഈ ഒരു വിഷു ബമ്പർ ഭാഗ്യക്കുറി അത് 45 ലക്ഷം ടിക്കറ്റുകളാണ് വിറ്റുപോയത്. അച്ചടിച്ച എല്ലാ ടിക്കറ്റുകളും വിറ്റുപോയ ഒരു നറുക്കെടുപ്പാണ് കഴിയുന്നത്. അതിൽ എവിടേക്കാണ് ഈ ടിക്കറ്റ് പോയത്? ഈ കൊല്ലം ജില്ലയിൽ നിന്ന് പൊതുവെ പാലക്കാട് ജില്ലയിലേക്കാണ് ഈ ടിക്കറ്റ് പോവുക, അല്ലെങ്കിൽ ഈ ഒരു ഭാഗ്യം പോവുക എന്നുള്ളതാണ് പൊതുവെയുള്ള പറച്ചിൽ. കഴിഞ്ഞ തവണയും പാലക്കാട് ജില്ലയിൽ, കഴിഞ്ഞ ക്രിസ്മസ് ബമ്പർ പാലക്കാട് ജില്ലയിലാണ് 1ഉം 2ഉം സ്ഥാനമടിച്ചത്. പക്ഷേ ഇത്തവണ വ്യത്യസ്തമായി കൊല്ലം ജില്ലയിലാണ് ഈ ടിക്കറ്റ് വിറ്റതെന്ന് അറിയുന്നു. ഇനി ഏതെങ്കിലും ജില്ലയുടെ പുറത്തു നിന്ന് ആരെങ്കിലും ഈ ടിക്കറ്റ് എടുത്തിട്ടുണ്ടോ, അല്ലെങ്കിൽ കൊല്ലം ജില്ലയിലെ ആർക്കെങ്കിലും ആണോ എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. അനിൽ ഡി എന്നുള്ള
കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി സബ് ഏജൻസിയിൽ നിന്ന് എടുത്ത ടിക്കറ്റിനാണ് ഇത്തവണത്തെ 12 കോടിയുടെ ഭാഗ്യം എന്നുള്ളതാണ് അറിയുന്നത്. അങ്ങനെ അല്പസമയം മുന്നെയാണ് ഖോർഗി ഭവനിൽ ഈ നറുക്കെടുപ്പ് കഴിഞ്ഞത്. ആ ഭാഗ്യവാനെ മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. 12 കോടി അനിൽ ഡി എന്ന് പറയുന്ന ഏജന്റിന്റെ കീഴിൽ നിന്ന് വിറ്റ ടിക്കറ്റിനാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ 1ാം സമ്മാനം, 2ാം സമ്മാനം, 3ാം സമ്മാനവും 4ാം സമ്മാനവും അങ്ങനെ 6 പരമ്പരകൾ വീതം ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചെറിയ ചെറിയ തുകകൾ 500 രൂപ, 1000 രൂപ, 2000 രൂപയുടെയൊക്കെ ടിക്കറ്റും ആ തുകയുള്ള ടിക്കറ്റും വിറ്റുപോയിട്ടുണ്ട്. എന്തായാലും അതിൽ 12 കോടിയുടെ ടിക്കറ്റ് ലഭിച്ചിരിക്കുന്നത് 1, 3, 5, 4, 5, 2 എന്ന ടിക്കറ്റിനാണ്. ഏറ്റവും ഭാഗ്യത്തിന് സ്ഥിരമിടമില്ല. പാലക്കാടൊക്കെയാണ് സ്ഥിരം ഭാഗ്യം കടാക്ഷിക്കുന്ന ഇടമെന്നൊക്കെ ലോട്ടറി ലോകത്ത് ചില വെയ്പ്പുകളുണ്ട്. എന്നാൽ അതൊന്നും അല്ല, അങ്ങനെയൊന്നും അല്ല കാര്യങ്ങൾ. കൊല്ലത്തും മാറി മാറി അത് ഏത് നാട്ടിൽ എപ്പോൾ വേണമെങ്കിലും പഠിക്കണം. അതൊക്കെ ഭാഗ്യവാൻ അനുസരിച്ചായിരിക്കും. ഇത്തവണ ഭാഗ്യത്തിനുള്ള ടിക്കറ്റ് പോയിരിക്കുന്ന കൊല്ലം കരുനാഗപ്പള്ളിയിലാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.